ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ അഡീഷണൽ സബ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ തേർഡ് ചാപ്റ്റർ, പുതിയ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങനെ ഡിവിഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസൊക്കെ എഴുതി പഠിച്ചോളാം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ തേർഡ് ചാപ്റ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വാമപ്പ് ആക്ടിവിറ്റീസ് ആണ്. കംപ്ലീറ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത 2 ക്വസ്റ്റ്യൻസ് അതിൽ ബാക്കി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിൽഡ് അപ്പ് ദ ടേബിൾ ഓഫ് 12 യൂസിങ് ദ ടേബിൾസ് ഓഫ് 10 and 2 ആസ് ഷോൺ. ക്വസ്റ്റ്യൻ എന്താ, 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏത് വരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, 10 വരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതണം, 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം. എന്ത് യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ, 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതേപോലെ തന്നെ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും യൂസ് ചെയ്തിട്ട് വേണം 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാൻ. ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിൽ തന്നിട്ടുള്ളതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ റെഡ് കളറിൽ നിങ്ങളോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന്. ഫസ്റ്റ് ലൈൻ, 10 × 1 = 10. 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 10 × 1 10 നിങ്ങൾക്കറിയാം. 2 × 1 എത്രയാ, 2. അപ്പോൾ 10 × 1 + 2 × 1 = എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. സോ 12 × 1 എല്ലാം എന്ത് ചെയ്യുക, 10ഉം 2ഉം എന്ത് ചെയ്യുക, 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 12 × 1 12 × 1 = ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ നമ്പർ ഏതാ, 10 × 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 10. 2 × 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയിട്ടുള്ളത്, 2. സോ 10 + 2 10 + 2 എന്ന് പറഞ്ഞത് 12. ഇനി സെക്കൻഡ് റോ നോക്കുക, 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 × 2 10 × 2 എത്രയാ, 20. 2 × 2 2 × 2 എന്ന് പറഞ്ഞാൽ 4. ഈ 2 നമ്പർ കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 12 × 2 കിട്ടും. 20 + 4 20 + 4 = 24. തേർഡ് റോ നോക്കുക, 10 × 3 10 × 3 എത്രയാ, 30 + 2 × 3 2 × 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്, 12 × 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 12 × 3 ഇവിടെ കിട്ടിയ ആൻസർ തമ്മിൽ എന്ത് ചെയ്യാതാൽ മതി, ആഡ് ചെയ്താൽ മതി. 30 + 6 30 + 6 എന്ന് പറഞ്ഞാൽ 36. 12 × 3 = 36. ഇനി അടുത്ത നോക്കുക, 10 × 4 10 × 4 എത്രയാ, 40. 2 × 4 2 × 4 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 40 + 8 40 + 8 എന്ന് പറഞ്ഞാൽ 48. 12 × 4 48. 10 × 5 10 × 5 എന്ന് പറഞ്ഞാൽ 50 + 2 × 5 10 = 12 × 5 ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. 50 + 10 50ഉം 10ഉം ആഡ് ചെയ്താൽ 60. അപ്പോൾ അതുപോലെയാണ് ബാക്കിയുള്ള റോസും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കി നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയിട്ടുണ്ട്, 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണം, 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം. Second question, complete the multiplication fact and write 2 division fact. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് തന്നിട്ടുണ്ട്, അതായത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും അല്ലെങ്കിൽ എത്ര കിട്ടും എന്നൊക്കെ നിങ്ങൾ വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 8 × 6 8 × 6 എത്രയാ, 48. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നിങ്ങളോട് 2 ഡിവിഷൻ ഫാക്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഡിവിഷൻ ഫാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണോ ആൻസർ അതിനെ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്പറിനെയും സെക്കൻഡ് നമ്പറിനെയും കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, 8 × 6 നിങ്ങൾക്ക് അറിയാം, 8 × 6 എന്ന് പറഞ്ഞാൽ 48 ആണ്. പിന്നെ ഈ ഡിവിഷൻ ഫാക്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ആൻസർ എന്താണോ, അതായത് 48 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ ചെയ്യുക. ഫസ്റ്റ് നമ്പർ ഇവിടെ എത്രയാ, 8. 48/8 48/8 എന്ന് പറഞ്ഞാൽ 6. ഇനി അടുത്ത നമ്പറുമാണ് ഡിവൈഡ് ചെയ്യാൻ, 48/6 48/6 എന്ന് പറഞ്ഞാൽ 8. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് 7 × 9 7 × 9 എത്രയും തന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കണം. എത്രയാ 7 × 9
7 ഇൻറ്റു 9 63. അപ്പോൾ 63നെ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 63നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 9. ഇനി എന്താ ചെയ്യേണ്ടത്? 63നെ അടുത്ത നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യണം. 63 ഡിവൈഡഡ് ബൈ 9. 63നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, 6 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 54. 6നെ ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 54 കിട്ടി. അപ്പോൾ ആ നമ്പറാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക? 6 ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു 54. അപ്പോൾ 6 ഇൻറ്റു 9 ആണ് 54 അല്ലേ? ഇനി 2 ഡിവിഷൻ ഫാക്ടർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഏതാണോ കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ. 56 ബൈ 6. 54നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ എന്ത് കിട്ടും? 9. ഇനി അടുത്ത എങ്ങനെ ചെയ്യുക? 654 ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ. 54നെ സെക്കൻഡ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 6. ക്ലിയർ? ഫോർത്ത് ക്വസ്റ്റ്യൻ, 7 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു ഡാഷ്. ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ഫില്ല് ചെയ്യാനുള്ളത്, എന്തെങ്കിലും ഫില്ല് ചെയ്യാനുള്ളത് മറന്നുപോയതായിട്ട് കൊടുക്കാൻ. ഇപ്പോൾ 7 ഇൻറ്റു 7, 7 ഇൻറ്റു 7 എത്രയാ? 49. അപ്പോൾ എന്ത് ചെയ്യുക? ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? 49നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 49നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 7. ഇതേപോലെ തന്നെ വേറൊരു നമ്പർ വെച്ചിട്ട് കിട്ടാം. പിന്നെയും 2 ഡിവിഷൻ ഫാക്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യുക? ഇവിടെ 2 നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? 7 ഇൻറ്റു 7 ആണ് 49. അപ്പോൾ 7 ഇസ് ഈക്വൽ ടു 7. വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ എഴുതിയാൽ മതി. 49 ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 7. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ, നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് റിമൈൻഡർ ആസ് ഷോൺ ഇൻ ദി എക്സാമ്പിൾ. ഇവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ബ്ലാങ്ക് ഫിൽ ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻ എത്രയാ, റിമൈൻഡർ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ടാവും 2 നമ്പേഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക ഇല്ലേ? 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ക്വസ്റ്റ്യൻറ്റും കിട്ടും, അതേപോലെ തന്നെ റിമൈൻഡറും കിട്ടും. അപ്പോൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക ഏതാണ് ക്വസ്റ്റ്യൻ്റ്, ഏതാണ് റിമൈൻഡർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 27 ഡിവൈഡഡ് ബൈ 4. 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? 27 എഴുതുക. ഉള്ളിലാണ് 27 എഴുതേണ്ടത്, പുറത്ത് 4. 27 ഡിവൈഡഡ് ബൈ 4. ഇനി എന്താ ചെയ്യുക? 4നെ ഏതോ 27ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് വരണം അല്ലേ? ഇപ്പോൾ നമുക്കറിയാം 6 ഇൻറ്റു 4. 6 ഇൻറ്റു 4 എത്രയാ? 24. ഇപ്പോൾ 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് 24 ആണ്. ഇനി 6 ഇൻറ്റു 5 ആണെങ്കിലോ ചെയ്യുന്നത്? സോറി, 4 ഇൻറ്റു 6 24. ഇനി 4 ഇൻറ്റു 7 ആണ് നോക്കണമെങ്കിലോ? 4 ഇൻറ്റു 7 എത്രയാണ് വരിക? 28 ആണ് വരിക. അപ്പോൾ 27നേക്കാളും വലുതാണ്. അപ്പോൾ നമുക്കത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ചെറിയ നമ്പർ വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ 4 ഇൻറ്റു 6. 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 24. 27നെ എന്ത് ചെയ്താൽ മതി? 24 എന്ന് കുറയ്ക്കുക. 27 മൈനസ് 24. അപ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? റിമൈൻഡർ എന്ന് പറയാം. ബാലൻസിന് നമ്മൾ പറയുന്ന പേരാണ് റിമൈൻഡർ. അതായത് മേലെ നിങ്ങൾക്ക് ഏതുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് അതിനെ പറയുന്ന പേരാണ് എന്ത്? കോഷ്യൻറ്റ്. മേലെ എഴുതുന്ന നമ്പറിനെയാണ് കോഷ്യൻ എന്ന് പറയുക. നമുക്ക് ബാലൻസ് എത്രയാണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിമൈൻഡർ എന്ന് പറയുക. മറക്കരുത്, കോഷ്യൻറ്റ് എന്താ, റിമൈൻഡർ എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ഒരു നമ്പറിനെ വേറൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണോ, ബാലൻസ് എന്താണോ വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിമൈൻഡർ. നമ്മൾ മേലെ ഒരു നമ്പർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ബാലൻസ് ഒക്കെ കണ്ടുപിടിക്കുക അല്ലേ? അപ്പം അതിന് പറയുന്ന പേരാണ് കോഷ്യൻറ്റ്. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, 39 ഡിവൈഡഡ് ബൈ 6. 39നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 39നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? 39നേക്കാളും ചെറിയ നമ്പർ വേണം താഴെ വരാൻ. അപ്പോൾ 6 ഇൻറ്റു 6. 6 ഇൻറ്റു 6 എത്രയാണ്? 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ചൊല്ലി നോക്കുക. 39നെ താഴെ വരണം, 39നെ മേലെ പോകാനും പാടില്ല. അപ്പോൾ 6 ഇൻറ്റു 6. 6 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 36. സോ 39 നിന്ന് 36 കുറയ്ക്കുക. 36 കുറയ്ക്കുമ്പോൾ ബാലൻസ് എത്ര കിട്ടുന്നത്? 3. അപ്പോൾ ഇവിടെ 3 ആണ് റിമൈൻഡർ, 6 ആണ് കോഷ്യൻറ്റ്. മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? റെഡ് ഇങ്ക് കൊണ്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ.
തേർഡ് ക്വസ്റ്റ്യൻ 85 ഡിവൈഡഡ് ബൈ 9. 85നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുക? 85 ഡിവൈഡഡ് ബൈ 9. നോക്കേണ്ട കാര്യം ഏതോ ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 85നെ താഴെ വരുന്ന സംഖ്യ കിട്ടും. അപ്പോൾ ഏത് സംഖ്യയാണ് നോക്കുക. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 9 × 9. 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ചൊല്ലി നോക്കുക കേട്ടോ. അപ്പം 9 × 9 9 × 9 എന്ന് പറഞ്ഞാൽ 81. 85 നിന്ന് 81 കുറയ്ക്കുമ്പോൾ ബാലൻസ് എന്ത് കിട്ടും? 4. സോ 4 എന്ന് പറഞ്ഞതാണ് ഇവിടെ റിമൈൻഡർ ആൻഡ് 9 is the quotient. Fourth question 58 divided by 7. 58നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 58നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുക. 8 × 7 ആണ് 56. സോ 56 എന്ന് പറയുന്നത് 58നേക്കാളും ചെറുതായതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. 58 മൈനസ് 56. 58നെ 56 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 ആസ് ദി ബാലൻസ്. സോ റിമൈൻഡർ ഇസ് 2, quotient is 8. ക്ലിയർ? ഇനി നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്ക് ആയി തരുന്നുണ്ട്. ഇപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് quotient, എന്താണ് റിമൈൻഡർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി പ്രൊഡക്റ്റ്. ഇപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ആണ്. എന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 23 × 3. എത്രയാ? 23 × 3. നോക്കുക, സൈഡിൽ നോക്കുക. 3 × 3. 3 × 3 എന്ന് പറഞ്ഞാൽ 9. പിന്നെന്താ നോക്കണ്ടേ? അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3. 2 × 3 എന്ന് പറഞ്ഞാൽ 66. സോ ആൻസർ എന്താ വരിക? 69. സെക്കൻഡ് ക്വസ്റ്റ്യൻ 31 × 4. 31 × 4 ഇങ്ങനെ ചെയ്യാം. 1 × 4. 1 × 4 എന്ന് പറഞ്ഞാൽ 4. സോ 4 എഴുതി. 3 × 4. 3 × 4 എന്ന് പറഞ്ഞാൽ 12. സോ 124 is the answer. Next question 25 × 5. 5 × 5 25 അല്ലേ? 5 × 5 25. സോ 5 ഇവിടെ എഴുതി. ബാലൻസ് 2 മേലെയാണ് എഴുതേണ്ടത്. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, സോറി. 2 മേലെ എഴുതണം. അപ്പോൾ ഇനി എന്താ ചെയ്യുക? 5 × 5 25ൽ 5 എഴുതി, 2 മേലെ എഴുതി. ഇനി 2 × 5. 2 × 5 എത്രയാ? 10. 10 പ്ലസ് ആ മേലെ എഴുതിയ 2 ആഡ് ചെയ്യണം. മേലെ എഴുതിയ 2 ആഡ് ചെയ്താൽ 10 + 2. 10 + 2 എന്ന് പറയുന്നത് 12. സോ 125 is the answer of 25 × 25. 25നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുക? 125. ഫോർത്ത് ക്വസ്റ്റ്യൻ 403 × 8. 403നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കുക, 8 × 3. 8 × 3 എത്രയാ? 8 × 3 24. സോ 4 ഇവിടെ എഴുതി. ബാലൻസ് 2. 2 മേലെയാണ് എഴുതേണ്ടത്. സോ ബാലൻസ് 2 മേലെ എഴുതി. ഇനി ഇത് അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 8. 0 × 8 എത്രയാ? 0 ആണ്. അപ്പം മേലൊരു 2 ഉണ്ട് ഇല്ലേ? അത് ആഡ് ചെയ്ത് താഴത്തേക്ക് എഴുതാം. അപ്പോൾ 0 + 2 2. ഇനി 4 × 8. 4 × 8 എന്ന് പറഞ്ഞാൽ 32. സോ ആൻസർ വിൽ ബി 3224. 403 × 8 എന്ന് പറഞ്ഞത് 3224. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞെല്ലാം പഠിച്ചു തന്നെയാണ്. ജസ്റ്റ് വാമപ്പ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് കാണിക്കുക. നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്തൊന്നും കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ ഇവിടെ ഹോംവർക്ക് ചെയ്യാത്തവർക്ക് ഞാൻ 0 മാർക്കിന് ഇവിടെ എൻട്രി ചെയ്യും. ചെയ്യുന്നവരെ മാത്രമേ ഞാനിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? മാർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഹിയർ ഇസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് റിമൈൻഡർ ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ ഏതാണെന്ന് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പ്രൊഡക്റ്റ്. 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്രയാണ്? അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നത്, അല്ലാതെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ ചിലർ ഹോംവർക്ക് ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കുക? അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക, ഹോംവർക്ക് ചെയ്യുക. താങ്ക് യു. If you like this video, please like, share and subscribe. Thank you.